ജനാധിപത്യ പാർട്ടികൾ എന്നവകാശപ്പെടുന്ന പാർട്ടികൾക്ക് അവരുടെ സമ്മേളനങ്ങൾ, അവരുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചർച്ചയും അതിൻ്റെ ഭാഗമായ തർക്കവും പ്രശ്നങ്ങളുമെല്ലാം മുൻനിർത്തി നോമിനേഷനിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് സത്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 3 വർഷം കൂടുമ്പോൾ കൃത്യമായി താഴെ മുതൽ മേലെ വരെ സമ്മേളനങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ പൂർത്തീകരിക്കുന്ന പാർട്ടിയാണ് CPIM. സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനങ്ങൾ കേവലമായ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സമ്മേളനം എന്ന രീതിയിൽ മാത്രമല്ല ഞങ്ങൾ കാണുന്നത്. ഓരോ സമ്മേളനവും അതത് മേഖലയിലുള്ള പാർട്ടിയുടെ നവീകരണമാണ് ലക്ഷ്യമിടുന്നത്. അതിനാശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാപരമായ ഒരു രീതി സ്വയം വിമർശനം എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടം മുതൽ പറഞ്ഞു തുടങ്ങുന്നത് സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നു എന്നാണ്. സമ്മേളനത്തിൽ സ്വയം വിമർശനം വേണം എന്ന് തീരുമാനിച്ച, അതിനടിസ്ഥാനപ്പെടുത്തി സമ്മേളനം നടത്തുന്ന പാർട്ടിയാണ് CPIM. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ നവീകരണ പ്രക്രിയക്ക് അനിവാര്യമായ ഒന്നാണ്. പഴയ സഖാക്കളും പുതിയ സഖാക്കളും എല്ലാം ചേർന്ന് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിൽ നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടായ നേട്ടവും പറ്റിയ കോട്ടവും തെറ്റുകുറ്റങ്ങളെല്ലാം വിമർശനാത്മകമായി സ്വയം വിമർശനപരമായിട്ട് അംഗീകരിച്ച് പുതിയ കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും ഒക്കെ തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന പ്രക്രിയയാണ് സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ വിപ്ലവപരമായ ഉള്ളടക്കത്തെ, അതിൻ്റെ സാമൂഹ്യ പരിവർത്തന സിദ്ധാന്തത്തെ പിൻപറ്റി മുന്നോട്ടേക്ക് പോകുന്നത് മാർക്സും ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ലോകം എത്തി നിൽക്കുന്ന ഘട്ടത്തെയും ആ ഘട്ടത്തെ തരണം ചെയ്ത് മനുഷ്യ സമൂഹത്തിൻ്റെ വിമോചന ശാസ്ത്രം, അതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രവർത്തന പരിപാടി എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വെച്ചത്. സമ്പത്ത് കൂടുതൽ കേന്ദ്രീകൃതമാവുക, അതിൻ്റെ അർത്ഥം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക. ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി. മുതലാളിത്തം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി ശക്തിപ്പെടുകയാണ് ചെയ്യുക. ഈ പ്രതിസന്ധിയിൽ നിന്നാണ് വർഗസമര സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഇന്ന് കാണുന്ന ഈ മുതലാളിത്തം എത്ര ശക്തിയായിട്ട് നിലനിൽക്കുന്ന ഒന്നായാലും ചരിത്രത്തിൻ്റെ ഭാഗമായി ഓരോ കാലഘട്ടത്തിലും രൂപപ്പെട്ട് വളർന്നു വന്ന
സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ എങ്ങനെയാണോ നിഷ്ക്രമിച്ചത്, അതുപോലെ ഈ മുതലാളിത്തവും നിഷ്ക്രമിക്കും. പുതിയ സോഷ്യലിസ്റ്റ് സമൂഹം ലോകത്തുയർന്നു വരുമെന്ന് വർഗസമര സിദ്ധാന്തത്തെ മുന്നോട്ടേക്ക് വെച്ച് മാർക്സും എംഗൽസും ലോകത്തെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന പൊരുതുന്ന അധ്വാനിക്കുന്ന വർഗത്തെ സംഘടിതമാക്കാനും ആ സംഘടിത പ്രസ്ഥാനത്തിന് ലോകത്തെ ഫലപ്രദമായിട്ട് മാറ്റാനാവുമെന്ന് പ്രവചിക്കാനും അത് സിദ്ധാന്തവൽക്കരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ പ്രത്യേകത.